ജിഷ വരുന്നുണ്ടല്ലോ. ഡോക്ടർ എന്നപ്പോൾ പറഞ്ഞിനി എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് വരാം. ജിഷേ, ആ മോളെ ജിഷേ. ആ ശോഭേച്ചി, കുഞ്ഞിക്കെന്ന് പറഞ്ഞു ഡോക്ടർ എന്നെ കുറേ ചീത്ത പറഞ്ഞിനി. എന്താ ഇത്ര പനി കൂടുന്നവരെ കാത്തത്തിന് നേരത്തെ കൂട്ടിയിട്ട് വരണ്ടേന്നും പറഞ്ഞിട്ട്. എനിക്ക് പറയാനാവൂലല്ല, കുഞ്ഞിൻ്റെ അച്ഛനിവിടെ കള്ളും കുടിച്ചിട്ട് ബോധമില്ലാണ്ട് കിടക്കുമെന്ന്. ഏച്ചി ആ സമയത്ത് പൈസ ഒന്ന് സഹായിച്ചുകൊണ്ടാണ് എനിക്ക് എന്നേരെങ്കിലും എൻ്റെ മോളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിനി. ഇല്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ ഇനി അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട. കുഞ്ഞിനെ കൂട്ടി ഡോക്ടറെ അടുത്തെല്ലാം പോയിട്ട് വന്നില്ലേ. ശോഭേച്ചി കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടാവും എൻ്റെ മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ചോറ് വെക്ക ഒരു മണി അരി പോലും ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട പ്രായം. എൻ്റെ മോക്കായിട്ടല്ല. നീ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അകത്ത് കിടത്തിയേ. രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയതല്ലേ. ഞാൻ കുറച്ച് ചോറും കറിയെല്ലാം എടുത്തിട്ട് വരാം. പോ. ഈ തുണിയെല്ലാം എടുത്തിട്ട് നീ അടുത്തേക്കാ പോകുന്നത്? ജിഷേ, നിന്നോടാ ചോദിക്കുന്നത്, ഈ തുണിയെല്ലാം എടുത്ത് നീ അടുത്തേക്കാ പോകുന്നത്? എങ്ങോട്ടായ നിങ്ങൾക്ക് എന്നാ പ്രശ്നം? നിങ്ങൾക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് കള്ളും കുടിച്ച് നടന്നാൽ മതിയല്ല. എങ്ങോട്ടാന്ന്? ജിഷേ, ഞാൻ ഇനി കുടിക്കൂല. സത്യമായിട്ട് ഞാൻ ഇനി കുടിക്കൂല. മിണ്ടി പോവാൻ പാടില്ല നിങ്ങള്. കുടിക്കൂല പോലും. എത്ര പ്രാവശ്യം ഇത് നിങ്ങൾ പറഞ്ഞു? 1 2 പ്രാവശ്യമാന്ന്. കേട്ട് കേട്ട് എനിക്കെന്നെ മടുത്തു. കുറച്ചെങ്കിലും സ്നേഹം നിങ്ങൾക്ക് നമ്മളോടുണ്ടാ. ഉണ്ടെങ്കിൽ ഇങ്ങനെ കള്ളും കുടിച്ച് നടക്കൂലല്ലോ അല്ലേ? ഞാനായോണ്ടാന്ന് ഇതെല്ലാം സഹിച്ചിട്ട് ഇത്രയും കാലം ഇവിടെ നിന്നിനി. ഇനി എന്നെ കൊണ്ട് അത് കഴിയില്ല. പക്ഷേ ഒരേ ഒരു തവണ എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? ക്ഷമിക്കണ പോലും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഞാൻ എങ്ങനെയാ നിങ്ങളോട് ക്ഷമിക്കേണ്ടത്? എനിക്ക് എന്തായാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എൻ്റെ മോളെ വെച്ചിട്ട് ഇനിയൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല.
നീ അങ്ങനെ പറയല്ല ജിഷേ. നീയും കുഞ്ഞല്ലാതെ എനിക്ക് ആരാ ഇല്ലത്. നിങ്ങൾ എന്നെ വിട്ട് പോവല്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം പ്ലീസ്. കടുക് വാങ്ങാൻ പോയ ആൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ ദൈവമേ. ഷോ, ജിഷേ, ജിഷേ, ഇതാ ഏട്ടാ വരുന്നേ. ഒരു പാക്ക് കടുക് വാങ്ങാൻ പോയിട്ട് ഏട്ടനൊന്ന് ഇത്രയുള്ള സാധനം വാങ്ങിയിട്ട് വന്നേനെ. കുറച്ച് സാധനമെല്ലാം വാങ്ങി. നീ ഇതൊന്ന് നോക്കിയേ. അപ്പുറത്തെ പീടികയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചാന്ന്. എന്തിനായിട്ട് ഇപ്പം ആദ്യം കുപ്പായം വാങ്ങിനി? പിറന്നാളിലുണ്ട കുപ്പായം ഇതിനിടക്കല്ലേ ഏട്ടൻ കൊണ്ടുവന്നേനി. അതൊന്നും സാരമില്ല ഈശേ. എൻ്റെ മോൾ ഇനിയെങ്കിലും നല്ല കുപ്പായൊന്നും ഇടട്ടെ. ഇത്ര നാളെ നമുക്ക് അതൊന്നും മേടിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടല്ല. അതെല്ലാം പോട്ടെ. ഇത് കുറച്ച് അരി സാധനങ്ങളെല്ലാമാണ്. നീ ഇന്ന് കുറച്ച് സാധനമെല്ലാം എടുത്തിട്ട് നമ്മൾ ശോഭേച്ചിക്ക് കൊണ്ടു കൊടുക്കണം. ഒന്നിലും നമ്മളെ കുറേ കാലം സഹായിച്ചല്ലേ. ആ, അല്ല എന്തായി, പായസമെല്ലാം റെഡി ആയാ? ആ പായസമല്ലായി ഏട്ടാ. ഏട്ടനും കൂടി വന്നിട്ട് കുടിക്കാന്ന് വെച്ചിട്ട് കാത്തുന്നതാ നമ്മള്. ഇന്ന് നീ ഒരു കാര്യം ചെയ്യ്. ശോഭേച്ചിക്ക് സാധനം കൊടുക്കാൻ പോകുമ്പോൾ കുറച്ച് പായസം കൊടുത്തിട്ട് തന്നെ പോട്. പിന്നെ എവിടെ പോണ്ട് മാമി മോക്ക്? എവിടെ പോണ്ടേ? അച്ഛൻ്റെ അടുക്ക പോണാ? ഓ, പോവാട്ടാ. നമുക്ക് പോവാ. അച്ഛക്ക് ഒരു ഉമ്മന്താ, ഒരു ഉമ്മന്താ അച്ഛക്ക്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ.